ഹലോ, ഇന്നെല്ലാവർക്കും അവധിയായതുകൊണ്ട് നമ്മൾ നാട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. നല്ല മഞ്ഞുണ്ടായിരുന്നു, രാവിലെ ഇറങ്ങിയോണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കുറുവിലാടങ്ങാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിയിരുന്നത്. അപ്പോൾ നമ്മളവിടെ പള്ളിയിൽ കൂടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. തീർത്ഥാടന പള്ളി ആയതുകൊണ്ട് അവിടെയും കൂടെ കയറാമെന്ന് വിചാരിച്ചു. ഞാൻ കാറിൽ ഇരുന്നുകൊണ്ട് തന്നെ പള്ളിയുടെ ആ ഫോട്ടോ വ്യൂ ഒന്ന് എടുത്തായിരുന്നേ. അപ്പോൾ എല്ലാവരും നിങ്ങളും കൂടെ ഒന്ന് കണ്ടു നോക്കൂ. നമുക്ക് പള്ളിയിൽ കയറാം കേട്ടോ. ഓക്കെ, ബായ്. ഹലോ, അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തി. എന്ത് വലിയ പള്ളിയാണ് അല്ലേ. അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ ചുറ്റും കുറച്ച് നേരം നടന്നു. ഞങ്ങൾ അവിടെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കുർബാന നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പള്ളിക്ക് ചുറ്റും ഒന്ന് കറങ്ങി. അപ്പോൾ അവിടെ കപ്പൽ മാതൃകയിൽ ഇങ്ങനെ നമ്മൾ കപ്പലാന്ന് വിചാരിക്കും, പക്ഷേ കപ്പലല്ല. കപ്പൽ മാതൃകയിൽ അവർ മതിൽ കെട്ടി വെച്ചിരിക്കുക. അത് അപ്പോൾ പള്ളിയും പരിസരവും എല്ലാം ഞങ്ങളിങ്ങനെ നടന്ന് കണ്ടിട്ട് കുറച്ച് നേരം അവിടെ നിന്നു. അപ്പോഴാണ് ഇവിടെ കപ്പൽ സൂക്ഷിച്ചിരിക്കുന്നത് കണ്ട് 3 നോമ്പിൽ പ്രദക്ഷിണത്തിന് വെക്കുന്ന കപ്പൽ വെച്ചിരിക്കുന്നത് കണ്ട്. അപ്പോൾ അതൊന്ന് കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. അതവിടെ ചുറ്റും കണ്ടു നടന്നു. അത് റൂമിൽ വെച്ചേക്കുന്നുണ്ട്, നമുക്ക് നല്ലതായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നാലും പറ്റുന്ന രീതിയിൽ വീഡിയോ എടുത്ത്. ഇന്ന് അവധി ദിവസമായതുകൊണ്ട് ഒരുപാട് പേര് ഈ പള്ളി കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. തീർത്ഥാടന പള്ളി ആയതുകൊണ്ട്. അപ്പം തിരുവനന്തപുരത്ത് നിന്ന് വന്ന മലങ്കരയിലെ 2 സിസ്റ്റർമാരും അവിടെ നിന്നുള്ള MCMF അമ്മമാരൊക്കെ ഉണ്ടായിരുന്നു. അവരെയും പരിചയപ്പെട്ടു ഇന്ന്. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് നേരം. അപ്പോൾ പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റും നടന്ന് വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ വന്നു. എല്ലാവരും വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു. അങ്ങനെ ഞങ്ങളും കുറച്ച് നേരം എല്ലാവരും അവിടെ നോക്കിക്കൊണ്ട് അവിടെ കുറച്ച് ഞങ്ങളും നിന്നു. ഓക്കേ, ബായ്. ഞങ്ങളിവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തായിരുന്നു. ഞങ്ങളുടെ കൂടെയുള്ളത് ഞങ്ങളുടെ അനിയത്തിയാണ്. അവൾ ഞങ്ങൾക്ക് ഫോട്ടോയൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ഈ പള്ളി അറിയപ്പെടുന്നത്, കുറവിലങ്ങാട് പള്ളി അറിയപ്പെടുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഇടവക എന്നാണ്. മുത്തിയമ്മയുടെ പേരിലാണ് ഈ പള്ളി അറിയപ്പെടുന്നത്. മുത്തിയമ്മയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഹലോ, ഈ പള്ളി നമുക്ക് വട്ടം കറങ്ങി ഒന്ന് കണ്ടാലോ? ഞാൻ റോഡിലിറങ്ങി നിന്നിട്ട് പള്ളിയെയും എന്നെയും കൂടെ ഒരുമിച്ച് കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് കഷ്ടപ്പെട്ടായി വീഡിയോ എടുത്തതെന്ന് കണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഫുള്ള് ചുറ്റി ഒന്ന് വട്ടം കറങ്ങിയിട്ട് പോരാവേ. അപ്പോൾ പള്ളിയും എന്നെയും കണ്ട്. ഓക്കെ, ബായ്. പള്ളിയെല്ലാം കണ്ടു കഴിഞ്ഞ് ഇന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നാട്ടിലേക്ക് പോയി വഴിയിൽ ചായയൊക്കെ അപ്പം ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെത്തി. അവിടെ മമ്മി നിറച്ചും ചെടികളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ചെടിയും പൂത്ത് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കയറാം. ഓക്കെ, ബായ്.